ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോളജി ട്യൂട്ടർ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആമുഖം, അതായത് പ്രിയാമ്പിൾ, അതിനെ പറ്റിയാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന് മുകളിലായി റൈറ്റ് സൈഡിൽ ഒരു കാർഡ് കാണാം. ആ കാർഡ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിലെ ഏതാനും MCQs നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. നമുക്ക് പ്രിയാമ്പിളിലേക്ക് കിടക്കാം. എന്താണ് പ്രിയാമ്പിൾ, അല്ലെങ്കിൽ എന്താണ് ബേസ് ഓഫ് ദ പ്രിയാമ്പിൾ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ബേസ് ഓഫ് ദ പ്രിയാമ്പിൾ. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇൻ 13 ഡിസംബർ 1946 അദ്ദേഹം എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു? 22 ജനുവരി 1947 പാസാക്കി. പാസ് ഓൺ 22 ജനുവരി 1947. അത്രയുമാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ കാര്യം പറയാനുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിനെ പറ്റി പല വ്യക്തികൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പ്രിയാമ്പിളിനെ പറഞ്ഞതാരാണ്? KM മുൻഷി. ഐഡന്റിറ്റി കാർഡ് എന്ന് പ്രിയാമ്പിളിനെ അഭിസംബോധന ചെയ്തതാരാണ്? NA പാൽക്കിവാല. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു. കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതാരാണ്? ഏണസ്റ്റ് ബർക്കർ. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതാരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം അംബേദ്കറെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആണ്. അംബേദ്കർ ആർട്ടിക്കിൾ 32നെ അഭിസംബോധന ചെയ്തത് എന്ത് പറഞ്ഞിട്ടാണ്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ്. ഇവിടെ പ്രിയാമ്പിളിനെയാണ് ഠാക്കൂർ ദാസ് ഭാർഗവ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. രണ്ടും കൺഫ്യൂഷൻ ആവാൻ പാടുകയില്ല. ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. പ്രിയാമ്പിൾ അമെൻഡഡ് ഓൺലി വൺസ്. ആകെ ഒരു തവണയാണ് പ്രിയാമ്പിൾ അമെൻഡ്മെന്റ് നടത്തിയിട്ടുള്ളത്. അത് 42ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരം 1976 അത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ 3 വേർഡുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഈ 3 വേർഡുകളാണ് എന്ത് പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 26 നവംബർ 1949 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉള്ള ഡേറ്റ് എന്താണെന്ന് കേരള PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് ആ ഡേറ്റ്? 26 നവംബർ 1949 എന്നുള്ളതാണ് പ്രിയാമ്പിളിലുള്ള ഡേറ്റ്. അത് ഓർമ്മയുണ്ടാകണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് നടത്താൻ അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഇവിടെ പ്രേം ബിഹാരി നാരായൺ റൈസാദ ആരാണ്? ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനായി കൈകൊണ്ട്, ഇദ്ദേഹം ഒരു കാലിഗ്രാഫർ ആയിരുന്നു, അത് ഹാൻഡ് റിട്ടൺ ആയി കൈകൊണ്ട് എഴുതിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനും തയ്യാറാക്കിയത്. അങ്ങനെ കൈകൊണ്ട് എഴുതി ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ വ്യക്തിയുടെ പേര് എന്താണ്? പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രിയാമ്പിളിനെ പറ്റി പറയുമ്പോൾ ഏതു രാജ്യത്തിൽ നിന്നാണ് പ്രിയാമ്പിൾ നാം കടം കൊണ്ടത്, അഡോപ്റ്റ് ചെയ്തെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇന്ത്യയുടെ പ്രിയാമ്പിളും അമേരിക്കയുടെ പ്രിയാമ്പിളും സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എങ്ങനെയാണ്? വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ്. വി ദ പീപ്പിൾ. അപ്പോൾ നമ്മളുടെ ആമുഖം പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? വി ദ പീപ്പിൾ. ഇന്ത്യയുടെ പ്രിയാമ്പിൾ അവസാനിക്കുന്ന വേർഡ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡിലാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ അവസാനിക്കുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വി ദ പീപ്പിൾ ആദ്യത്തെ വേർഡാണ്, അവസാനത്തേത് ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ. അത് രണ്ടും ഓർമ്മയിലുണ്ടാവും. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രിയാമ്പിളിൽ ഇല്ലാത്ത വേർഡ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേതാ?
സോഷ്യലിസ്റ്റ്, ഇങ്ങനെ MCQ ഓപ്ഷൻ ഇങ്ങനെയാണ് തരിക. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി ആൻഡ് ഇന്ത്യൻ. ഇന്ത്യൻ എന്ന വേർഡ് എവിടെയില്ല? ആമുഖത്തിലില്ല, പ്രിയാമ്പിളിലില്ല. പക്ഷെ ഇന്ത്യ എന്ന വേർഡ് ഉണ്ട്, അവിടെയും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇന്ത്യൻ എന്ന വേർഡ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ല, പക്ഷെ ഇന്ത്യ എന്ന വേർഡ് ഉണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇങ്ങനെയും എക്സാമിന് ചോദിക്കാം. ഓർഡർ വൈസ് ആയിട്ട് ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വേർഡുകൾ യഥാർത്ഥ ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് വേണം എഴുതാൻ. അത് തിരിച്ചു മറിച്ച് ചോദിക്കാം. സോവറിൻ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, അത് തെറ്റാണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് കറക്റ്റ്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ അമൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു. 1960 സുപ്രീം കോടതി ആ സമയത്ത് എന്ത് ചെയ്തു? സുപ്രീം കോടതി അന്നത്തെ ബെറുബാരി യൂണിയൻ കേസിൽ ഒരു വെർഡിക്ട് നടത്തി, ഒരു വിധി നടപ്പിലാക്കി. ആ വിധിയിൽ പ്രത്യേകം പറഞ്ഞത് എന്താണ്? പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോടതി വിധിച്ചു. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റും. ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ച്? ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചതുകൊണ്ട് പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ആര് വിധിച്ചു? സുപ്രീം കോടതി വിധിച്ചു. അതുപോലെ തന്നെ LIC ഓഫ് ഇന്ത്യ കേസ് 1995, ആ കേസിലും സുപ്രീം കോടതി എന്ത് വിധിച്ചു? പ്രിയാമ്പിൾ ഈസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ച രണ്ട് കേസുകളാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് LIC ഓഫ് ഇന്ത്യ കേസ്. അത് രണ്ടും ഓർമ്മയിലുണ്ടാവണം. എന്നാൽ ബെറുബാരി യൂണിയൻ കേസ് 1960 സുപ്രീം കോടതി വിധിച്ചത് എന്താണ്? നേരെ തിരിച്ചിട്ടാണ്. എന്താണ്? പ്രിയാമ്പിൾ ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എഴുതി ഒരു ബുക്കിൽ എഴുതി തന്നെ വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, please share and subscribe. Don't forget to click the bell button to get notifications. Thank you.